കടലാക്രമണ ഭീഷണിയെ തുടർന്ന് ചെല്ലാനത്ത് പ്രതിഷേധം ശക്തമാകുന്നു. പ്രദേശവാസികൾ കടലിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. അരുൺ ശങ്കറിന്റെ റിപ്പോർട്ടിലേക്ക്. കൊച്ചി ചെല്ലാനത്ത് തീരദേശവാസികൾ അവരുടെ അതിജീവന സമരത്തിലാണ്. കടലിറങ്ങിക്കൊണ്ടാണ് അവർ സമരം ചെയ്യുന്നത്. ജീവിക്കാൻ സാഹചര്യമില്ലാതെയാണ് ഈ തീരദേശത്തെ മക്കൾ ഇങ്ങനെ കടലിറങ്ങി സമരം ചെയ്യുന്നത്. നമുക്കറിയാം എത്രത്തോളം സ്ത്രീകളാണ് അവർ ഈ കടലിൽ കുത്തിയിരിക്കുകയാണ്. എത്ര നാളായി നിങ്ങൾ സമരം ചെയ്യുന്നു? ഞങ്ങളിപ്പോ പറഞ്ഞില്ല 1000 ദിവസങ്ങളായി സമരം ചെയ്യുന്നത്. കഴിഞ്ഞ മാസവും ഞങ്ങൾ കളക്ടറേറ്റിൽ പോയിരുന്നു. അപ്പൊ വാള വെക്കാമെന്ന് പറഞ്ഞിരുന്നവര് കളക്ടർ വന്ന് അന്വേഷിക്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. കടലിനേക്കാൾ വലിയ താഴ്ചയിലാണ് വീടുകൾ. ആദ്യം കടലിടിച്ചപ്പോ എനിക്കറിയാൻ വളഞ്ഞിങ്ങനെ പൊളിഞ്ഞു പോകുന്നു. ആ പെര പൊളിഞ്ഞ് 2 വർഷം വരെയും പൊളിഞ്ഞെഴുന്നു. പഞ്ചായത്തിൽ ഞാൻ സങ്കടപ്പെട്ട് അപേക്ഷ വെച്ചിട്ട് എനിക്ക് 1 ലക്ഷം രൂപ തന്നിട്ടാണ് ഞാൻ എൻ്റെ റിപ്പയർ നിങ്ങൾ വേറൊരു വഴിയില്ലല്ലേ കടലിലേക്ക് ഇറങ്ങുന്നത്? വേറൊരു വഴിയുമില്ല, ഞങ്ങൾക്ക് ഇതേ ഉള്ളു വഴി. ഞങ്ങളുടെ വീടെല്ലാം പോയി കിടക്കുകയാണ്. ഇപ്പൊ ഈ കടൽ വെള്ളം കയറും, കുറച്ചാൾ കഴിയുമ്പോ കിഴക്കൻ വെള്ളം കയറും. അങ്ങനെ വെള്ളം കോരി 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 പറ്റിച്ചുകൊണ്ട് ഞങ്ങൾ രാത്രിയൊക്കെ കഴിയണത്. നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ? എന്റെ വീട് താന്ന് നിക്കണേ. ഇനി ഉറക്കമില്ല ഞങ്ങൾക്ക്. രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ കടലിന്റെ ഭയം ഓർത്തിട്ട് ഇനി ഒരു കടൽ വന്നാൽ ഞങ്ങളുടെ വീടൊക്കെ പോകും. മോന്റെ വീടിന്റെ അവസ്ഥ എന്താ? ഞങ്ങൾക്ക് പറ്റണില്ല. ഞങ്ങളെ അവിടെ ഒരു കല്ല് പോലും ഇല്ല. ജിയോ ട്യൂബ് എന്ന് പറഞ്ഞ് കുറെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യവുമില്ല. പെട്ടെന്നെല്ലാം അറിഞ്ഞു വീണിട്ട് പിന്നെ വെക്കണേ അവര്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കല്ല് ഇട്ട് തന്നാ പറ്റുള്ളൂ.